ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ സജീഷ് ഷിജോ എൻ്റെ ഫ്രണ്ട്സാണ്. അവരുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് എവിടെയും പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. ഇവരുടെ പാലക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു മലൻ്റെ മുകളിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്തു നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അതേപോലെ തന്നെ ആ മലൻ്റെ മുകളിൽ പോയി ഫുഡ് എന്തെങ്കിലും കഴിക്കുക, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. കാട്ടിലൂടെ ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സ് ഈ വഴിയിലൂടെയാണ് ഇവർ വീട്ടിലേക്ക് പോവുക. ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഈ വഴിയിലൂടെ പോവുക. ചില സമയങ്ങളിൽ ഇവർക്ക് ആനയെല്ലാം ഈ ഭാഗത്തൊക്കെ നിന്ന് കാണാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെയാണ് ആന ഇറങ്ങുന്ന സ്ഥലം. പാലക്കുഴി എന്ന് പറഞ്ഞ ആന വരുമോ ചങ്ങായി? ഗൈസ്, നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്ന ആ ഒരു മലയില്ലേ, ഇതാ ഇവിടെ കാണുന്നില്ലേ, ആ മലേൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ശരിക്കും ഒരു ടവറൊക്കെ നിൽപ്പുണ്ട്. ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. എന്നാൽ നമ്മൾ പാലക്കുഴി അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് വേറൊരു ചെറിയൊരു കട്ട് റോഡുണ്ട്. ആ വഴി കൂടെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോഴുള്ള പോക്ക്. സജീഷ് മച്ചാനും ഇതുവരെ ഈ സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, വീട് അടുത്താണെങ്കിൽ കൂടി. പിന്നെ നമ്മുടെ ഷിജോ, അവൻ്റെ വേറെയും കുറേ ഫ്രണ്ട്സ് അവർ പോയിട്ടുണ്ട് കുറേ മുമ്പ്. അങ്ങനെ എപ്പോഴും അങ്ങോട്ടൊന്നും പോവില്ല, ആ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും ആ ഭാഗത്തേക്ക് കാണാൻ പറ്റും. അവിടെ കാണുന്ന ആ മലയിൽ, ആ മലേൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ വണ്ടിയിൽ ഫുൾ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ പാട്ടൊന്നും ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ അടിച്ചു പൊളിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പോകുന്ന വഴിക്കൊക്കെ ആനയും അതേപോലെ മാനിനെയൊക്കെ കാണാൻ കഴിയും. നമ്മൾക്ക് ഇതുവരെയും കാണാനൊന്നും പറ്റിയിട്ടില്ല. ഗൈസ്, ഷിജോ മച്ചിൻ്റെ ഒരേ ഡാൻസാണ്. നമ്മുടെ സലീം കുമാർ പറയണ പോലെ മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പാണ് പുള്ളി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ ആ സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ട് എന്നാണ് നമ്മുടെ സജീഷ് പറയുന്നത്. ഇനി എന്തായാലും കുറച്ച് ദൂരം മാത്രം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ 2 ഇടവഴികളുണ്ടായിരുന്നു. ആ ഒരു ഇടവഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചെറിയ വണ്ടി ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല ഈ ഭാഗത്ത് പോകാനായിട്ട്. പിന്നെ ചെറിയൊരു ഡൗട്ടൊക്കെ വന്നിട്ടുണ്ട്. 2 ഇടവഴി ഉണ്ട് ഇവിടെ. അതിൽ ഒരു വഴി കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡൗട്ടിലാണ് ഇത് കറക്റ്റ് വഴി തന്നെയാണോ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് ആ വക പേടിയില്ല. ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 4 പേര് വഴിയാണോ എന്നൊരു സംശയം. ഒരു തൊട്ടപ്പുറത്ത് വേറെ വഴിയുണ്ടാ, അതാണോ എന്നൊരു സംശയം. അത് ഹൈറ്റ് കൂടുതലല്ലേ, ഇതിന് ഹൈറ്റ് കുറവ് അല്ലേ? അല്ലേ? അതെ അതെ. അപ്പോൾ ഇതായിരിക്കില്ല, ദൂരമായിട്ട് ഇതായിരിക്കില്ല. ഗൈസ്, അങ്ങനെ വഴിയെല്ലാം തെറ്റി ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ കയറുന്നതിൻ്റെ 2 റോഡുണ്ട്. അത് നമ്മൾ താഴത്തു കൂടെ കയറിപ്പോയി. ആ വഴിയല്ലായിരുന്നു, വേറെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വഴി ഉണ്ടായിരുന്നു. അതിൽ കൂടെ ആണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ആ പറഞ്ഞ ആ സ്ഥലം എത്തി. ഇതൊക്കെ തന്നെ മലൻ്റെ മുകളിൽ തന്നെയാണ്. ഇവിടെ ഒരു ടവറും കാര്യങ്ങളൊക്കെ കാണും. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇവിടേക്ക് വേറൊരു പേരാണ് ശരിക്കുള്ളത്, നമുക്ക് കറക്റ്റ് അതിൻ്റെ അറിയില്ല. ഇവിടെ മൊത്തം നമ്മൾ പാലക്കുഴി എന്നാണ് പറയുന്നത്. അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ, ഇങ്ങനെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഈ സ്ഥലത്തിനെ പറ്റിയിട്ടൊക്കെ അറിയുള്ളൂ. പിന്നെ കൂടുതലും പേർക്ക് ഈ പാലക്കുഴി വെള്ളച്ചാട്ടം അങ്ങനെ ആ ഒരു ഇത് മാത്രമായിരുന്നു
സാധാരണ അവരെല്ലാം വന്ന് കാണുന്നത്. പിന്നെ ഇവിടെ ഇവർ തന്നെ 1-2 തവണയൊക്കെയാണ് ഷിജോ തന്നെ വന്നിട്ടുള്ളൂ കുറേ വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെ ആരും ഇവിടേക്ക് അങ്ങനെ വരാറില്ല. വേറെ അപ്പുറത്തുണ്ട്, വേറെ ഉണ്ടോ? പഴയ വയസ്സായ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പണ്ട് ഗൈസ്, എന്ത് മനോഹരമാണ് അല്ലേ കാഴ്ചകൾ. ഈ ടോപ്പ് എന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അതുകൊണ്ടോ ഞാൻ പറഞ്ഞ ആ ടവർ, അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു ടവർ. BSNL ആണ് തോന്നുന്നു. ഇവിടെ പിന്നെ റേഞ്ച് BSNL കിട്ടുള്ളൂ, ജിയോയ്ക്കൊന്നുമില്ല. ഗൈസ്, ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡ് കൈ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. അത്രയും മനോഹരമായുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. ശരിക്കും അവിടെ ഇരുന്ന് പോകും. അത്രയും സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ വരുന്ന സമയത്ത് എന്തേലും കൈ വയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കുറച്ച് പൊറോട്ട മേടിച്ചായിരുന്നു, പൊറോട്ടയും വെള്ളമൊക്കെ. കോട്ടകൾ കാണുന്നു. അപ്പുറത്ത് പോയ വേറെ വൈബുണ്ട്. തമ്പി പാലക്കാടിന്റെ റേഞ്ച് സ്ഥലമായ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പാലക്കുഴി എന്ന് പറഞ്ഞ ഗ്രാമമാണത്. 14ാമത്തെ വാർഡാണ്. ഇതാണ് പാലക്കുഴി. ഈ കാണുന്നതാണ് പാലക്കുഴി. ആ ടവർ കാണുന്ന തൊട്ടപ്പുറത്ത് ഒരു മൊട്ടപ്പാലം കാണുന്നത്. അതിന്റെ അപ്പുറത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ്. അതാണ് ചാലക്കുടി. ഈ ടവർ അല്ലേ? ടവർ അതാണ്. മുകളിൽ മൊട്ടകാലുമാണല്ലേ, ആ മൊട്ടമാലയാണ് ചാലക്കുടി ഡിസ്ട്രിക്ട്. ആ ടവറിന്റെ അപ്പുറം തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ്. അതിന്റെ അപ്പുറത്താണ് മറ്റേ എന്താണ് ടവറിന്റെ പേരെന്താ? ഗൈസ്, നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പതുക്കെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി കുറച്ച് ദൂരം വന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ വേറൊരു സ്ഥലമുണ്ട്. അതാണ് ഈ ഭാഗത്ത്. ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഗേറ്റ് വെച്ചാലും കാര്യമൊന്നുമില്ല, അപ്പുറത്ത് കമ്പിവേലിയെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ വഴി കൂടെ നമ്മളങ്ങനെ കയറിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഗൈസ്, അങ്ങ് കാണുന്നത് വടക്കഞ്ചേരിയാണ്, പാലക്കാട് വടക്കഞ്ചേരി. ഈ മലയിലാണ് നമ്മളിപ്പോൾ കയറിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ.